ഒരു മരുമകന്റെ കഥ പറയട്ടെ. നീതിമാനായ ഒരു അമ്മാവനെ ചതിച്ച ഒരു മരുമോന്റെ കഥ. ഇലക്ട്രോണിക്സ് രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയ ബ്രാൻഡുകളിലൊന്നായ BPLനെ രൂപപ്പെടുത്തിയ പ്രമുഖ വ്യവസായി TPG നമ്പ്യാരെ അറിയാത്തവരുണ്ടാവില്ല. പാലക്കാട് ജനിച്ച നമ്പ്യാർ BPL എന്ന ബ്രാൻഡിനെ രാജ്യത്തിന്റെ നെറുകയിലെത്തിച്ചു. 90കളിൽ ഇന്ത്യയിലെ ടെലിവിഷൻ ഗൃഹോപകരണ വിപണിയിൽ BPL ആയിരുന്നു രാജാവ്. ടെലികോം രംഗത്തേക്ക് അവർ കടന്നു വന്നു. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ സർവീസ് തുടങ്ങിയ കമ്പനികളിലൊന്നായിരുന്നു BPL. കമ്പനി വളർന്നു പന്തലിച്ചു നിൽക്കെ നമ്പ്യാരുടെ മകളുടെ ഭർത്താവായി ഒരാൾ അവിടേക്ക് കടന്നു വന്നു. മരുമകനായി വന്നയാൾ വളരെ വേഗം കമ്പനിയുടെ മാനേജരായി. പതിയെ BPL ഗ്രൂപ്പിന്റെ ടെലികോം വിഭാഗത്തിന്റെ ചുമതല മരുമോൻ ഏറ്റെടുത്തു. എന്നാൽ മരുമോൻ കമ്പനിയെ വിഴുങ്ങാൻ തുടങ്ങിയെന്ന് നല്ലവനായ നമ്പ്യാർ മനസ്സിലാക്കിയത് ഏറെ വൈകിയാണ്. BPL ഗ്രൂപ്പ് മൊബൈൽ ബിസിനസ്സിൽ 500 കോടി നിക്ഷേപിച്ചിരിക്കെ ഇയാൾ 1 രൂപ പോലും നിക്ഷേപിക്കാതെ 32% ഓഹരികളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തിയതായി അറിഞ്ഞ നമ്പ്യാർ ഞെട്ടി. അദ്ദേഹം മരുമകനെതിരെ കമ്പനി ലോ ബോർഡിനെ സമീപിച്ചു. തുടർന്ന് ദീർഘനാളത്തെ നിയമയുദ്ധം. ഒരു കാലത്ത് മൊബൈൽ മേഖലയിൽ ഉയരത്തിൽ നിന്ന BPL മൊബൈൽസിന്റെ പതനവും അവിടെ ആരംഭിച്ചു. ഇത്തരത്തിൽ നല്ലവനായ ഒരമ്മാവനെ പറ്റിച്ച് കോടികൾ സമ്പാദിക്കുകയും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ തകർച്ചയിലേക്ക് തള്ളിവിടുകയും ചെയ്ത മരുമോന്റെ പേരാണ് രാജീവ് ചന്ദ്രശേഖർ. അമ്മാവനെ പറ്റിച്ച കാശുമായി ജൂപ്പിറ്റർ ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുകയും കോൺഗ്രസിന്റെയും BJPയുടെയും പിന്തുണയോടെ കാശ് കൊടുത്ത് ആദ്യം രാജ്യസഭ MP ആവുകയും പിന്നീട് സംഘി പാളയത്തിലേക്ക് കുടിയേറുകയും ചെയ്ത ആളാണ് ഈ മരുമോൻ. പല നേതാക്കളെയും വെട്ടി ദില്ലിയിൽ നിന്നും കേരളത്തിലേക്ക് കെട്ടിയിറങ്ങിയ മരുമോൻ അമ്മാവനെ പറ്റിച്ച കാശിറക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന വ്യാമോഹത്തിലായിരുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊലിഞ്ഞു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി എന്ന് മാത്രമല്ല, വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നിൽ ഇളിഭ്യനായി മാറുകയാണ്. പക്ഷേ മരുമോൻ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. മണി പവറും മസിൽ പവറും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മരുമോന് കൂടുതൽ വ്യക്തമാകും.